ഹായ് ഓൾ സൂപ്പർ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോണേഴ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശില്പ. ഞാൻ കുഞ്ഞുകുട്ടികളുടെ നഴ്സാണ്, UK വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2 to 3 months ആയ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ മൈൽ സ്റ്റോൺസ് ആണ് അവർ അറ്റൈൻ ചെയ്യുന്നതെന്നും. എൻ്റെ മോൾക്ക് ഇപ്പം 3 months ആയിട്ടോ. മോളുടെ പേര് മരിയ എന്നാണ്. അപ്പം മരിയ ബേബിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ ഈ 2 to 3 months കണ്ടതെന്നും, ഫീഡിങ് റുട്ടീൻ എങ്ങനെയാണ്, എങ്ങനെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു നൈറ്റ് ടൈം റുട്ടീൻ സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാമെന്നും, പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫിസിക്കൽ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫിസിക്കലി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മെയിൻ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡിൻ്റെ കൺട്രോൾ ഓൾമോസ്റ്റ് ഒരു 60 to 80% ആകും കേട്ടോ. കുഞ്ഞുങ്ങൾ ടമ്മി ടൈം ഒക്കെ കൊടുക്കുമ്പോൾ വയറിൽ കമ്മത്തി കിടക്കുമ്പോൾ അവരിങ്ങനെ തല ഉയർത്തി അവർക്ക് ഓൾമോസ്റ്റ് നന്നായിട്ട് നോക്കാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സപ്പോർട്ടില്ലാതെ ഒന്ന് പിടിക്കണം, വലിയ സപ്പോർട്ടില്ലാതെ തലയൊക്കെ ഇങ്ങനെ ഉയർത്തി നോക്കാനാവും കേട്ടോ. പിന്നെ പറയാനുള്ള കാലം കൊണ്ട് നന്നായിട്ട് തൊഴിക്കാൻ പഠിക്കും. നമ്മളിപ്പം കുഞ്ഞിൻ്റെ കാലിൻ്റെ അടുത്ത് നമ്മുടെ കൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തൊഴിക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഒക്കെ അവർക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ കൈ ഇത്രയും നാളും ചുരുട്ടി പിടിച്ച കൈ ഇങ്ങനെ ഓപ്പണായിട്ട് നമ്മളിപ്പോൾ ഒരു ഫിംഗറൊക്കെ അവരുടെ മുമ്പിൽ കൊണ്ടിട്ടുണ്ട്, ആ ഫിംഗറിലേക്ക് ഇങ്ങനെ വന്ന് പിടിക്കാനൊക്കെ, എന്നാൽ കൃത്യമായിട്ട് വരുമല്ല, ഇങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ വന്നിങ്ങനെ പിടിക്കാനൊക്കെ അവരിങ്ങനെ ശ്രമിക്കും കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്ന സമയം അല്ലേ, ഇവരിപ്പോൾ അതിനോട് ആ റിയാക്ഷനൊക്കെ വന്ന് തുടങ്ങും. ഇനി നമുക്ക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മൈൽ സ്റ്റോൺസ് എന്നാന്ന് നോക്കാം. ഓൾറെഡി കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു 2 months ഒക്കെ ആകുമ്പോഴത്തേന് ചിരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ചിരിയായിരിക്കും ഈ 2 to 3 months ഒക്കെ ആകുമ്പോൾ. 3 months ഒക്കെ ആകുമ്പോഴത്തേനും ടോട്ടലി അവർ ഭയങ്കരമായിട്ടും നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ടാവും. പിന്നെ കൂ 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 സൗണ്ടൊക്കെ ഇടും. പിന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂ 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 എന്നൊക്കെ പറഞ്ഞ് സൗണ്ടൊക്കെ ഉണ്ടാക്കും. അത് ഭയങ്കര രസമുള്ള. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ അവർ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങും. ഞാനിപ്പോൾ കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ ഈ തിരിച്ച് ഡോറിൻ്റെ അടുത്തെത്തുമ്പോഴത്തേനും അവൾ നോക്കിയിട്ടുണ്ടാകും. അത്രയും നല്ല അലേർട്ടായിട്ട് നോക്കാനൊക്കെ ഈ ഒരു സമയത്ത് സാധിക്കും കേട്ടോ അവർക്ക്. അതുപോലെ തന്നെ ഇത്രയും നാളിൽ അവർ ഓരോ വസ്തുക്കളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് നോക്കുകയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓരോ പേഴ്സണായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ അവർ ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ അമ്മയും പപ്പയും അനിയനും ഉള്ളത്. അപ്പം പപ്പേനെ അനിയനെയൊന്നും അവരങ്ങനെ നോക്കുകയല്ലായിരുന്നു. അന്നേരം പെട്ടെന്ന് ഇപ്പോൾ വന്ന് അവരോടൊക്കെ ചിരിക്കാനൊക്കെ തുടങ്ങി. പറയാനുള്ള സെൻസറി ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഈ മൂവ് ചെയ്യുന്ന വസ്തുക്കളൊക്കെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കും. കാരണം ഫാനൊക്കെ ഭയങ്കര കൃത്യമായിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ മരിയ ബേബിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബേബിക്ക് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇതെല്ലാം 3 months ആയ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല, എല്ലാം അറ്റൈൻ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു കുറച്ച് വീക്സ്, 1 or 2 weeks അങ്ങോട്ട് പുറകോട്ടേക്കും. ചില കുഞ്ഞുങ്ങൾ കുറേ നേരത്തെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറ്റൈൻ ചെയ്യണം. 1 week ഒക്കെ നേരത്തെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ആ കുഞ്ഞുങ്ങൾ അവരുടെ ആ ഒരു സമയം അനുസരിച്ച് അതൊക്കെ ഒന്ന് അറ്റൈൻ ചെയ്തോളും കേട്ടോ. ആരും വറി ചെയ്യുകയൊന്നും വേണ്ട. പിന്നെ ഒരുപാട് ഡിലേ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് അടുത്ത സ്ലീപ്പ് പാറ്റേൺ നോക്കാം. സ്ലീപ്പ് പാറ്റേൺ മരിയ ബേബി അത്യാവശ്യം നന്നായിട്ട് നൈറ്റിൽ ഉറങ്ങാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, പകൽ അവൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കാറില്ല. മൂത്ത മോള് കാരണം അവളിവിടെ കിടന്ന് കാറിക്കൂവി നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ കൂടുതലൊന്ന് പകൽ അവളെ ഒന്ന് ആക്റ്റീവാക്കി വെക്കും. സ്പെഷ്യലി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒരു 6 to 9 വരെയുള്ള സമയം, ഈവനിങ് ടൈമിൽ, നൈറ്റിൽ 6 to 9 ആ ഒരു സമയത്ത് അവരെ കുറച്ചുകൂടി ഒന്ന് പുറത്ത് നമ്മുടെ സോഫയിലോ നിങ്ങൾ പറ്റുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കിടത്തി അവരോടൊന്ന് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുവാണെങ്കിൽ അവരൊരു 9:30, 10 ഒക്കെ ആകുമ്പോഴത്തേനും അവർ ഉറങ്ങും. അങ്ങനെ ഒരു ഉറക്കം അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് സമയം, ഒരു 4 to 6 hours അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമൊക്കെ ആകാനുള്ള സമയമായി. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ പകൽ അധികം ഒന്നും ഉറക്കണ്ട, ലൈറ്റൊക്കെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നൈറ്റിൽ കംപ്ലീറ്റ് സൈലൻ്റ് ആയിരിക്കണം, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഡാർക്കാക്കി തന്നെ വെക്കണം കേട്ടോ. ചെറിയൊരു ലൈറ്റിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അവർ നൈറ്റിൽ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. മരിയ ബേബി ഇപ്പോൾ ഏകദേശം ഒരു 9:30, 10:30 ഒക്കെ ആകുമ്പോൾ നൈറ്റിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3:30 ഒക്കെ ആകുമ്പോൾ എണീറ്റിട്ട് ഞാനൊന്ന് പാല് കൊടുക്കും. അത് പിന്നെ രാവിലെ ഒരു 6:30, 7 o'clock ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ പാലെടുക്കും. അങ്ങനെ നിങ്ങളും ഇതുപോലെ ഒന്ന് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്ന് എന്നോട് പറയണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ 2 to 3 months ആയിട്ടുള്ള സമയത്ത് ഞാൻ എന്തൊക്കെ ചലഞ്ചസാണ് ഫേസ് ചെയ്തതെന്ന്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും കേട്ടോ. ഇപ്പം 1 month കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് കാണുന്ന അമ്മമാർക്ക് കൂടുതൽ ഈ ഒരു സമയത്തായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 to 3 months ടൈമിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ചെറുതായിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരുപാട് ബെറ്റർ ആയിരുന്നു കേട്ടോ. 1 to 2 monthിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിരുന്നു 2 to 3 months. അന്നേരത്തിന് കുഞ്ഞൊന്ന് ഓക്കെ ആയി തുടങ്ങിയായിരുന്നു. പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ ടമ്മി മസാജ് ചെയ്യുമായിരുന്നു. ഈ സമയത്ത് എനിക്കുണ്ടായ ഒരു മെയിൻ പ്രോബ്ലം കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. ഒരു 4-5 days ഒക്കെ ആയിട്ട് ആ കുഞ്ഞ് മരിയ ബേബി
ഒന്ന് സ്റ്റൂൾ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ടമ്മി മസാജും കുറച്ച് ലെഗ് സൈക്ലിംഗ് എക്സസൈസ്, ബൈസൈക്കിൾ എക്സസൈസ് എന്നൊക്കെ പറയും, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് സ്റ്റൂൾ പാസ് ചെയ്യാറുണ്ട്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്നോട് ഒരുപാട് പേര് സംശയം ചോദിച്ചായിരുന്നു. ഒരു 5 to 6 7 ഡേയ്സ് അപ് ടു 7 ഡേയ്സൊക്കെ വരെ കുഞ്ഞുങ്ങൾ പോകാറുണ്ട്. വേറെ ഡിസ്കംഫർട്ടോ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ പാൽ കുടിക്കാനോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു 5 to 6 ഡേയ്സൊക്കെ നോക്കാം കേട്ടോ. എന്നിട്ട് മെല്ലെ മെല്ലെ ഈ ടമ്മി മസാജൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ സ്റ്റൂൾ പാസ് ചെയ്യും. കാരണം ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് അധികം വേസ്റ്റ് പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ബ്രസ്റ്റ് മിൽക്ക് കൂടുതലും യൂറിനായിട്ടൊക്കെ തന്നെ പോകും. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. പിന്നെ ഫോർമുല മിൽക്കിലും ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻസ് കാണാറുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു 1 to 2 മന്ത് ആയപ്പം മരിയമോൾക്ക് വായിൽ ഓറൽ ത്രഷ് ഉണ്ടായിരുന്നു, വൈറ്റ് പാച്ചസ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതങ്ങ് പോയി കേട്ടോ. ഒരു 2 മന്തൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ 2 മന്ത് കഴിഞ്ഞതേ ആ ഓറൽ ത്രഷൊക്കെ അങ്ങ് പോയി ഒന്ന് റെഡി ആയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഹൈജീനിക്കായിട്ട് പാലൊക്കെ കൊടുക്കുമ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ പാൽ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരുപാട് ഈ ബ്രസ്റ്റ് മിൽക്ക് ലീക്കേജ് ഒക്കെയുള്ള അമ്മമാർ ക്ലീൻ ആക്കിയിട്ട് കുഞ്ഞിന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് നല്ല. അതൊക്കെ ഓറൽ ത്രഷൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഉണ്ടായ ഒരു പ്രോബ്ലമാണ് ഫ്ലാറ്റ് ഹെഡ്. അതായത് കുഞ്ഞിൻ്റെ തല ഞാൻ തൊട്ടിയിലല്ല കുഞ്ഞിനെ കിടത്തിയത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഞാൻ തൊട്ടി കിടത്തില്ലായിരുന്നു. UK തിരിച്ച് പോകേണ്ടതായതുകൊണ്ട് അവിടെ തൊട്ടിൽ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബെഡിലാണ് അവളെ കിടത്തിയത്. അപ്പം ബെഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് കിടന്നുകൊണ്ട് ആ ഒരു സൈഡിൽ ചെറിയ ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അത് ഞാൻ പിന്നെയും ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ച് കിടത്തി. അങ്ങനെ ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വന്നു. എന്നാൽ സ്റ്റിൽ അതൊരു ചെറിയൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഹെഡായുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരോടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടേൺ ചെയ്യുക. പിന്നെ ക്ലോത്തിൻ്റെ ഈ തുണീൻ്റെ തൊട്ടിലൊക്കെ ഉണ്ടല്ലോ, അതിൽ കിടത്തിട്ടുണ്ട് ഒരുവിധം ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ പറ്റും കേട്ടോ. എനിക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലം ഉണ്ടായത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കുക. ടമ്മി ടൈം കൊടുക്കുമ്പോൾ തന്നെ അവർ കണ്ടിന്യൂസ് ഒരു പൊസിഷനിലല്ലല്ലോ കിടക്കുന്നത്, പിന്നെ എടുത്ത് പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫ്ലാറ്റ് ഹെഡിൻ്റെ ഇഷ്യൂ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ 2 to 3 മന്തായ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വേഗം പറഞ്ഞുതരാം കേട്ടോ. ദ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് ടമ്മി ടൈമാണ്. ടമ്മി ടൈം നന്നായിട്ട് ചെയ്യണം. എന്നാലേ കുഞ്ഞുങ്ങളുടെ കോർ മസിൽസും ബാക്കിലെ എല്ലാ മസിൽസ് സ്ട്രെങ്തൻ ആവുകയും അവർക്ക് വേഗം കമന്ന് വീടാനൊക്കെ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ 3 മന്ത്സ് ആകുമ്പോഴത്തേനും അവർക്ക് അത്യാവശ്യം നല്ലൊരു ഹെഡ് കൺട്രോളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടമ്മി ടൈം ഒരു 5 minutes ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 3 തവണ, ഒരു ദിവസം ഒരു 3 തവണയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഹൈ കോൺട്രാസ്റ്റഡ് ഇമേജസോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസോ പിന്നെ അതുമായി ബന്ധപ്പെട്ട ടോയ്സൊക്കെ അവൈലബിൾ ആണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോയ്സ് അതൊക്കെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് അവരുടെ വിഷൻ ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒരുപാട് നല്ലതാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമ്മമാരുടെ സൗണ്ട് ഒരുപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു വോയിസാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ നന്നായിട്ട് അവരോട് സംസാരിക്കുന്നത് അവർ ഭയങ്കര കാമാക്കുകയും കൂളാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ പ്രത്യേകം അവരോട് കുറേ നേരം സംസാരിക്കാൻ ട്രൈ ചെയ്യണം. എനിക്കറിയാം സമയം കിട്ടാത്തവരാണ് നമ്മളുള്ള പലരും, എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 3 നേരമായിട്ട് ഒരു 5 മിനിറ്റ് അവരോട് സംസാരിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ. കണ്ണിൽ നോക്കി സംസാരിക്കണം കേട്ടോ. അപ്പം ഇതാണ് മരിയമോള്. ഞാൻ ഇത്രയും സംസാരിച്ചല്ലോ. അപ്പം മരിയമോള് 2 to 3 മന്തൊക്കെ ആയപ്പം 3 മന്ത്സ് കഴിഞ്ഞു കേട്ടോ. ഇത്രയും ഇങ്ങനെയൊക്കെയാവും. അത്യാവശ്യം നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ കാണുന്നവർ ബൈ, ടേക്ക് കെയർ.